ഗൈസ്, നിങ്ങൾ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടാവുന്നു എന്ന് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. അതുപോലെ ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം എത്ര ഹൈറ്റിലാണ് നമ്മൾ ആ വേവ് പോകുന്നത് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എക്സാക്ട്ലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓക്കെ, ഫ്രീക്വൻസി കൂടിയാൽ പിച്ച് കൂടും, ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കൂടിയാൽ ലൗഡ്നെസ് കൂടുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എക്സാക്ട്ലി എങ്ങനെയാണ് ആ സൗണ്ടിൻ്റെ വ്യത്യാസം എന്ന് കാണിച്ചു തരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമുലേഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫെറ്റ് സിമുലേഷനാണ്. നിങ്ങൾക്ക് തന്നെ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ഫെറ്റ് സിമുലേഷൻ സൗണ്ട് വേവ്സ് എന്നൊക്കെ ജസ്റ്റ് ക്രോമിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എന്തുണ്ട്, ഒരു ഡയഫ്രം ഉണ്ട്. ഓക്കെ, അതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്രീക്വൻസി മീഡിയം ആംപ്ലിറ്റ്യൂഡിൽ ഇങ്ങനെ കൊടുത്തേക്കാണ്. ഓക്കെ, ഇൻ ദ ഗിവൺ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇയാളിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ഞാൻ ആംപ്ലിറ്റ്യൂഡ് കൂട്ടാൻ പോണേ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കൂട്ടാൻ പോണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആംപ്ലിറ്റ്യൂഡ് കൂട്ടുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ? ആ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയത് കൂടിയപ്പോൾ വേവ്സ് ശരിക്കും വിസിബിൾ ആയി തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നോക്കിക്കോ, ഫ്രീക്വൻസി കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നോക്ക്, നമ്പർ ഓഫ് വേവ്സ് ഇൻക്രീസ് ചെയ്തു അല്ലേ? നമ്പർ ഓഫ് വേവ്സ് ഇൻക്രീസ് ചെയ്തു. ഞാൻ നമ്പർ ഓഫ് വേവ്സ് ഇൻക്രീസ് ചെയ്തിട്ട് ആംപ്ലിറ്റ്യൂഡ് അങ്ങ് കുറച്ചാലോ? ആംപ്ലിറ്റ്യൂഡ് കുറച്ചു, നമ്പർ ഓഫ് വേവ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ, കാരണം ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണ്. ഇനി സൗണ്ടിലും അതേ പ്രത്യേകത കാണുമെന്നുള്ളതാണ്. ഇവിടെ നോക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ജാവ ലാബ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. ഓക്കെ, ജാവ ലാബ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് എന്തുണ്ടാവും, സൗണ്ട് വേവ്സ് അതുപോലെ വേറെയും പല സിമുലേഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ വേറെ പല ചാനലും കാണിക്കുന്നതാണ്. യെസ്, ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, വോളിയം അല്ലെങ്കിൽ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡാണ് അല്ലേ വോളിയം. അപ്പോൾ ഞാൻ വോളിയം എന്ത് ചെയ്തു, ഒരു 50% വെക്കാൻ എനിക്ക്. ഓക്കെ, ലെറ്റ് മീ ഫിക്സ് അറ്റ് ഓൾമോസ്റ്റ് 50. ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി ഇല്ല, അതായത് ഓൾമോസ്റ്റ് 20 ഹെർട്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻസി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല അല്ലേ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, വേവ്സിൽ വരുന്ന മാറ്റം. ഓക്കെ, അറ്റ് പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന വേവ്സ് ആണ് അല്ലേ? അറ്റ് പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന വേവ്സ് ആണ്. ഞാൻ വോളിയം ഒന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു. നോക്കാം, നമ്പർ ഓഫ് വേവ്സ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടെ ഔട്ട്പുട്ട് സൗണ്ടിലും വ്യത്യാസം വരുന്നു അല്ലേ? ഔട്ട്പുട്ട് സൗണ്ടിലും വ്യത്യാസം വരുന്നു. അതായത് സൗണ്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസമാണ്, അതാണ് പിച്ച്. ഓക്കെ, പക്ഷേ ഗിവൺ സൗണ്ട് അല്ലെങ്കിൽ ഗിവൺ പിച്ചിലുള്ള ലൗഡ്നെസ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സൗണ്ട് ഉണ്ട്, പക്ഷേ ഇതിന് ആംപ്ലിറ്റ്യൂഡ് ഇല്ല, ലൗഡ്നെസ് ഇല്ല. ഓക്കെ, സോ ഞാൻ കൂട്ടുന്നേ, സൗണ്ടിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. കൂട്ടുന്നു, സൗണ്ടിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. പക്ഷേ അതിൻ്റെ ഓഡിയബിലിറ്റി നിങ്ങൾക്കിപ്പോൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടാവും അല്ലേ? ഓക്കെ, എനിക്ക് അതിനേക്കാളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കുക, ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലൗഡ്നെസ് കൂടുന്നു, പക്ഷേ ആ സൗണ്ടിൽ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, ഞാൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നു അഗെയിൻ. ഓക്കെ, ഒന്നും കേൾക്കുന്നില്ല, കാരണം 0 ആംപ്ലിറ്റ്യൂഡാണ്. കൂട്ടുന്നു, ഒരു പെർട്ടിക്കുലർ സൗണ്ട് പെർട്ടിക്കുലർ പിച്ചാണ്, കാരണം ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും സൗണ്ടിൻ്റെ പാറ്റേൺ വ്യത്യാസം വരുന്നില്ല, പക്ഷേ അയാളെ ലൗഡ്നെസ് അല്ലേ, കുത്തുന്ന സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളൊരു ഓഡിബിലിറ്റി റേഞ്ചിലുള്ള കാര്യങ്ങളാണ് ഇതിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വളരെ ഹൈ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, വളരെ ഹൈ ഫ്രീക്വൻസി നോക്കാം, ഒരു സെക്കൻഡിൽ തന്നെ എത്ര വേവ്സാണ് ഉണ്ടാവുന്നത് അല്ലേ? ഒരു സെക്കൻഡിൽ തന്നെ എത്ര വേവ്സാണ് ഉണ്ടാവുന്നത്? ഓക്കെ, സോ നോക്കാം, വോളിയം ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ അതിൽ ലൗഡ്നെസ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ ഇത് നമ്മളൊരു ഹിയറിംഗ് ഓഡിബിലിറ്റിൻ്റെ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ 20 to 20,000 എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എന്ന്. പക്ഷേ ഒരു 20,000 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓഡിബിലിറ്റി റേഞ്ച് കഴിഞ്ഞു. ഓക്കെ, സോ വി കനോട്ട് ഹിയർ ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ ഫ്രീക്വൻസി മാറ്റുകയാണ്, ഡിഫറെൻറ്റ് സൗണ്ട്സ്. ഓക്കെ, ഡിഫറെൻറ്റ് സൗണ്ട്സ്, കാരണം അതിൻ്റെ ഫ്രീക്വൻസി മാറുന്നു, പിച്ച് മാറുന്നു. ഓക്കെ, ആംപ്ലിറ്റ്യൂഡോ ലൗഡ്നെസ് മാറുന്നേ ഇല്ല, ഡിഫറെൻറ്റ് സൗണ്ട്, ഡിഫറെൻറ്റ് പിച്ച്. ഓക്കെ, പക്ഷേ സെയിം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇയാൾ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്നു,
സെയിം സൗണ്ട് പക്ഷേ ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ജാവ ലാബാണ്. ഓക്കെ, മറ്റേത് ഫെറ്റ് ആയിരുന്നു. ഇനി കുറച്ചും കൂടി ഈ പാർട്ടിക്കിൾ വൈബ്രേഷൻ കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള വേറൊരു ഫെറ്റ് സിമുലേഷൻ ആയിട്ട്. ഓക്കെ, നോക്കാം. ഇതാണ് നമ്മളൊരു മീഡിയം. ഓക്കെ, അല്ലെങ്കിൽ എയർ മീഡിയം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എയറിലെ മീഡിയത്തിലുള്ള അല്ലെങ്കിൽ എയറിലെ പാർട്ടിക്കിൾസ് കംപ്രഷനും റാരിഫ്രാക്ഷനും നടന്നിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ സൗണ്ട് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു സാധനം കേൾക്കുന്നതല്ലേ, നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നു, അതിങ്ങനെ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്ത് മറ്റൊരാളെ ചെവിയിലെത്തുന്നു, ചെവിയുടെ ഡയഫ്രം എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു പെർട്ടിക്കുലർ സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി ഇല്ല, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി മെല്ലെ കൂട്ടുന്നു, കാണാൻ പറ്റും അല്ലേ, വൈബ്രേറ്റ് ചെയ്യുന്നു, മെല്ലെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല. ഓക്കെ, 0 ഫ്രീക്വൻസി 0 ആംപ്ലിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നോക്കുക, അൺഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ, അൺഡിസ്റ്റർബ്ഡ് ആണ്. എല്ലാവരും മെല്ലെ ഒരു നോർമൽ സ്റ്റേറ്റിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഫ്രീക്വൻസി മെല്ലെ കൂട്ടുന്നു. ഓക്കെ, ഫ്രീക്വൻസി കൂട്ടുന്നു. ഇനി ആംപ്ലിറ്റ്യൂഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിച്ചോ, ആ ഡയഫ്രം ശ്രദ്ധിച്ചോ കേട്ടോ, ഡയഫ്രം ശ്രദ്ധിച്ചോ. ഓക്കെ, ഞാൻ ടേൺ ചെയ്തു, നോക്കാം. ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പെർട്ടിക്കുലർലി ഈ റെഡ് ബോൾസ് നിങ്ങൾ ശ്രദ്ധിച്ചാലേ ശരിക്കും പ്രൊപ്പഗേഷൻ മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ എന്താ ആംപ്ലിറ്റ്യൂഡ് കുറക്കുമ്പോൾ നോക്ക്, ആംപ്ലിറ്റ്യൂഡ് കുറക്കുമ്പോൾ ഈ ഡയഫ്രം നോക്കുക, ഡയഫ്രം എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. വിച്ച് മീൻസ് ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണ്, പക്ഷേ ദർ ഇസ് എ സൗണ്ട്, ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എൻ്റെ മൈക്ക് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് വരുന്നില്ല. ഇനി ഞാൻ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിച്ചോ, നോക്കേ ആ പ്രൊപ്പഗേഷനിലെ വ്യത്യാസം നോക്കേ, ആംപ്ലിറ്റ്യൂഡ് കൂടുന്നു, അതിനനുസരിച്ച് നമ്മളെ മീഡിയത്തിലുള്ള ആൾക്കാരും വളരെ ഹൈ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണേ. ഓക്കെ, ഇനി ഫ്രീക്വൻസി കൂട്ടിയാലോ, ഫ്രീക്വൻസി കൂട്ടിയാൽ നോക്കി നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫ്രീക്വൻസി കുറച്ചാലോ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കുറയും. ഇപ്പോൾ വളരെ ഫ്രീക്വൻസി കുറവാണ്, ഹയർ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിസിക്കൽ സെൻസ് എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് ഫ്രീക്വൻസി, എങ്ങനെയാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും. എസ്പെഷ്യലി ഇത് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ സൗണ്ടിലുള്ള വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ എക്സ്പ്ലോർ ഇറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്ന ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഫെറ്റ് സിമുലേഷൻസ് കേട്ടോ. ഇതുപോലെ ഒരുപാട് സിമുലേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ക്ലാസ് 9 ക്ലാസ് 8 ചാനൽസിലൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സിമുലേഷൻസും പോയി നോക്കാം. അല്ലെങ്കിൽ ഓൾസോ യു ക്യാൻ ഓൾസോ എക്സ്പ്ലോർ യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഠിക്കുമ്പോൾ, ഓക്കെ, ഇനിയിപ്പോൾ ക്ലാസ് 10 നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സിമുലേഷൻസ് നോക്കാം. ഈ സിമുലേഷൻസിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സാധനങ്ങളില്ലാന്നുണ്ടെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, നെറ്റിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഹാൻഡ്സ് ഓൺ ആയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിനാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല, അതിനുള്ള സമയം ഇല്ലാന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വേണ്ടി അല്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് നമുക്ക് വിഷ്വലി ഒന്ന് കാണുമ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ ഉറച്ചു നിൽക്കും. ഓക്കെ, കൂടാതെ കോൺസെപ്റ്റ്സ് നമ്മൾ ക്ലിയർ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കീപ് ലേണിംഗ്, ഓൾ ദി ബെസ്റ്റ്.